അവളുടെ എക്സാം ദിവസമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി കൽക്കിയുടെ അച്ഛൻ അവളെ എക്സാമിന് കൊണ്ടാക്കാൻ തയ്യാറായി ഇറങ്ങുമ്പോൾ ബാങ്കിലെ കുറച്ച് ഓഫീസർമാർ അവിടെ എത്തി കാർഷിക ലോൺ തിരികെ ചോദിക്കുന്നു. ഇപ്രാവശ്യം കൃഷി നന്നായി നടക്കാത്തതിനാൽ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് കൽക്കിയുടെ അച്ഛൻ പറയുന്ന സമയത്ത് അയാളെ ആ ഓഫീസർമാർ നിലത്ത് തള്ളിയിട്ട് ഉടുത്തിരുന്ന മുണ്ട് അഴിച്ചു കളയുന്നു. ശേഷം അടുത്ത മാസം ഞങ്ങൾ എത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആകെ ഉണ്ടായിരുന്ന ട്രാക്ടറും എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഈ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ കൽക്കിയും അമ്മയും കരയുന്നു. ഇതേ സമയം കൽക്കിയുടെ അച്ഛൻ വിഷമം കടിച്ചമർത്തി സന്തോഷത്തോടു കൂടി തന്നെ മകളെ ആശ്വസിപ്പിച്ച് എക്സാം എഴുതാൻ ബസ് കയറ്റിവിടുന്നു. എക്സാം കഴിഞ്ഞു വരുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് സമാധാനിച്ചുകൊണ്ട് കൽക്കി പോകുന്നു. ഈ സമയത്താണ് കൽക്കിയുടെ അച്ഛൻ ഒരു നോട്ടീസ് കാണുന്നത്. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം കിട്ടിയെന്ന്. ഇത് കണ്ട് കൽക്കിയുടെ അച്ഛന് ആകെ തോന്നിയൊരു വഴി അതായിരുന്നു. കുറച്ചു പോലും ആലോചിച്ച് സമയം കളയാതെ